بسم الله الرحمن الرحيم رب زدني علما بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 17ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ഇസ്രായിലെ 23ാമത്തെ സൂക്തം നമുക്കേവർക്കും സുപരിചിതമായ ആയത്ത്. അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. ഈ ആയത്തിന്റെ വിശദീകരണം ഹ്രസ്വമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല സുദൃഢമായും സുവ്യക്തമായും കൽപ്പിക്കുന്നു, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ശക്തിയെയും വ്യക്തിയെയും വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല എന്ന്. അതിനോട് ചേർത്തല്ല പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും വേണമെന്ന്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ദീനിന്റെ അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, വഹുവൽ ബിർറു, അത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. വശഫഖത്തു, മാതാപിതാക്കളോട് വാത്സല്യം കാണിക്കലാണ്. വലഅതുഫു, മാതാപിതാക്കളോട് മയം കാണിക്കലാണ്. വതവദ്ദുദു, മാതാപിതാക്കളോട് അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കലാണ്. വഈസാറു ലില്ലാഹുമാ, മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും തിരഞ്ഞെടുക്കലാണ്. മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും തിരഞ്ഞെടുത്തു മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സേവനങ്ങളും അവർക്ക് വേണ്ട ശുശ്രൂഷകളും അവർക്ക് വേണ്ട ബാധ്യതകളും എല്ലാം നാം നിറവേറ്റി കൊടുക്കലാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന ഗുണം. ഈ ആയത്തിലൂടെ അല്ലാഹു വിലക്കുന്നുണ്ട്, അൻ അയ്യുഖാല ലഹുമാ ഉഫിൻ. ഉഫിൻ എന്ന പദം, ഛേ എന്നൊരു നിസ്സാരമായ പദം പോലും മാതാപിതാക്കളോട് പറയുന്നതിന് തൊട്ട് അല്ലാഹു വിലക്കുകയാണ്. കാരണം ഇത് ഹുവ കിനായത്തുൻ, ഈ ഉഫിൻ എന്ന പദം കിനായത്തായി അവ്യക്തമായി പറയുന്നതാണ്. അനിൽ ഈദാഇ ബിഅയ്യി നൗഇൻ കാന, ഏതു തരത്തിലുള്ള ഉപദ്രവം കൊണ്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന് തൊട്ടും കിനായത്തായി പറയുന്ന പദമാണ് ഉഫിൻ എന്ന പദം. ഹത്താ ബിഅഖല്ലി അൻവാഇഹി, ഉപദ്രവത്തിന്റെ ഇനങ്ങളിൽ നിന്നും ഏറ്റവും ചെറിയ ഉപദ്രവം കൊണ്ടാണെങ്കിലും ശരി മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നതിന് കിനായത്തായി പറയുന്ന പദമാണ് ഉഫിൻ എന്ന പദം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ഉഫിൻ എന്ന പദത്തെക്കാൾ ചെറിയൊരു പദം, ചെറിയൊരു ഉപദ്രവം ഒരു വാക്കുകൊണ്ടെങ്കിലും ഉണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ അറിവിൽ അതുള്ളതാണ് എങ്കിൽ അല്ലാഹു അതിനെ തൊട്ടും വിലക്കുമായിരുന്നു. അതിൽ താഴെയുള്ള, അതിനേക്കാൾ ഉഫിൻ എന്ന വാക്കിനേക്കാൾ ചെറിയ ഒരു ഉപദ്രവം വേറെ ഇല്ല എന്ന് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരംഭ നബി തങ്ങൾ പറഞ്ഞു, ലൗ അലിമല്ലാഹു ശൈഅൻ അദ്നാ മിൻ ഉഫിൻ ലനഹാ അൻഹു. ഉഫിൻ എന്ന പദത്തെക്കാൾ ചെറിയൊരു ഉപദ്രവത്തിന്റെ വാക്കെങ്ങാനും അല്ലാഹുവിന്റെ അറിവിലുണ്ടായിരുന്നുവെങ്കിൽ അതിനെ തൊട്ടും അല്ലാഹു വിലക്കുമായിരുന്നു. അതുകൊണ്ട് ഫൽയഅമൽ അഖു മാ ശാഅ അൻ യഅമല, മാതാപിതാക്കളെ ഉപദ്രവിക്കുവാനും ദ്രോഹിക്കുവാനും വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ദ്രോഹവും ഉപദ്രവവും അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഫലയദ്ഖുലൽ ജന്ന, അവന് സ്വർഗപ്രവേശം ഇല്ലേ ഇല്ല. മാതാപിതാക്കളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വളരെ നിസ്സാരമായ തരത്തിൽ ഉപദ്രവിക്കുന്നവനാണെങ്കിൽ പോലും അവന് സ്വർഗപ്രവേശം ഇല്ല എന്ന് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽയഅമലിൽ ബാബു മാ ശാഅ അൻ യഅമല, മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾക്ക് നന്മയും ഗുണവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാരുണ്ടോ അവർ നന്മയും ഗുണവും അവൻ ഉദ്ദേശിക്കുന്നത്ര ചെയ്തു കൊള്ളട്ടെ. ഫലയദ്ഖുലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക ഇല്ല തന്നെ. അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായ വാക്കുകൾ പറയണേ.
നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു അല്ലീനൽ ലത്തീഫൽ മുസ്തമില അലൽ അത്ഫി വൽ ഇസ്തിമാലത്തി വ മുവാഫഖത്തി മുറാദിഹിമാ വ മൈലിഹിമാ വ മത്ലൂബിഹിമാ മാ അൻകന. നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനോട് യോജിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ ഉദ്ദേശത്തോട് യോജിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ താല്പര്യത്തോട് യോജിച്ചുകൊണ്ട് നിങ്ങൾ മാന്യമായ വാക്കുകൾ പറയണേ. പ്രത്യേകിച്ചു സിയമഇൻദൽ കിബരി, മാതാപിതാക്കൾ വാർദ്ധക്യാവസ്ഥയിലെത്തുന്ന സമയത്തു പ്രത്യേകിച്ചു നിങ്ങൾ അവരെ പരിഗണിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറയണേ. കാരണം ഫൈനൽ കബീറ, വാർദ്ധക്യത്തിലെത്തുന്ന ആൾ യസ്വീറു കഹാലിത്തുഫിലി, കൊച്ചു കുട്ടിയുടെ അവസ്ഥ പോലെ ആയിത്തീരും. വാർദ്ധക്യാവസ്ഥയിലെത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥയിലാണ്. അവർക്ക് നല്ല കാര്യങ്ങൾ ചിലപ്പോൾ മോശമായി തോന്നാം, മോശപ്പെട്ട കാര്യം അവർക്ക് നന്മയായി തോന്നിയെന്ന് വരാം. അവരുടെ താല്പര്യവും അവരുടെ ആഗ്രഹവും അവരുടെ ഉദ്ദേശവും മനസ്സിലാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ, നല്ല രീതിയിൽ, നല്ല വാക്കുകൾ അവരോട് നിങ്ങൾ ഉപയോഗിക്കണേ. അവരെ വെറുപ്പിക്കാതെ, അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ട് നിങ്ങൾ നന്മയിൽ അധിഷ്ഠിതമായ വാക്കുകൾ അവരോട് നിങ്ങൾ പറയണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുവാൻ അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.